തങ്കമണി, 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 ഇവിടെ ഇവിടെ ഇല്ലേ? വാതിലെല്ലാം തുറന്നു വെച്ചിട്ടുണ്ടല്ലോ. ആരുമില്ലേ തങ്കമണി? ആ ഇതായി രമണിയച്ചാ. എന്ത് രമണിയച്ചി കുറെ സമയം വിളിക്കുന്നേ? അമ്മ അപ്പുറത്തെ അടുക്കളയിലാണ് ഉണ്ടായിനി. അമ്മ ഉണ്ടായിനി അപ്പുറത്തെ പുഷ്പേച്ചിയുടെ വീട്ടിൽ പോയിട്ട്. ആ മോളെ ഞാൻ ഇപ്പൊ വന്നിട്ട് തന്നെ കുറെ സമയം വിളിക്കുന്നു, കേൾക്കുന്നില്ല ആരും. അമ്മ പുഷ്പേച്ചിലൊക്കെ പോയിനാ? ഞാൻ വെറുതെ വന്നതാണ്. ഞാൻ കുറെ ദിവസമായില്ല ഇങ്ങോട്ട് വരാത്ത, അതുകൊണ്ട് വന്നതാണ്. ഓ അതെയാ, അന്ന് കേറി ഇരിക്ക്. കേറി വന്നാല് പിന്നെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? വീട്ടിലെല്ലാവർക്കും നല്ല സുഖം തന്നെയല്ലേ? അമ്മ ഇപ്പം വരും, തങ്കമണി ചേച്ചി ഇരിക്ക്. അതെല്ലേ, ഓളാടെ വരട്ടെ, ഓള് വയ്യ വരട്ടെ, ഞാനിവിടെ ഇരുന്നോളാം. അല്ല മോളെ, നിന്റെ ഡ്രസ്സ് എന്നാ നീ മുമ്പെല്ലാം ചുരിദാറല്ലാന്നല്ലേ ഇട്ടിനി? ഇപ്പൊ എന്താ പെയിന്റും പെയിന്റിനെല്ലാം ആക്കിനി? ഓരോരോ പരിഷ്കാരം. ഇങ്ങനത്തെ ഡ്രസ്സ് ഒരു രസമില്ല. ഇപ്പല്ല പിള്ളമാറാണ് ഇങ്ങനത്തെ പെയിന്റും പെയിന്റിനും ഇട്ടിട്ട് നടക്കുന്നേ. ഒരു ഗുണവുമില്ല ഇത്. നിനക്ക് ആ പണ്ടത്തെ ചുരിദാറാ രസമില്ലത്. എന്താ ഇത് ഡ്രസ്സ്? വലിയ മദാമ്മമാരെല്ലാം വന്ന് നിൽക്കുന്ന പോലെ. ഓഹോ, അപ്പൊ നിങ്ങളുടെ വീട്ടുകാർക്ക് പണ്ടേ ശീലമായതുകൊണ്ട് അതൊന്നും ഒരു പ്രശ്നമല്ല. അപ്പൊ എന്ത് കോലം കെട്ടിട്ട് നടക്കാം. നമ്മളെ പോലെയുള്ള പാവങ്ങള് ഈ മേക്സി അതുപോലെ ചുരിദാറ് അങ്ങനെയൊക്കെ ഇട്ടിട്ട് നിങ്ങൾ നടക്കണം. നിങ്ങളെ വീട്ടുകാർ വലിയ പൈസക്കാരായതുകൊണ്ട് എന്തും ഇടാം അല്ലേ? അതല്ലേ നിങ്ങളിപ്പോ ഉദ്ദേശിച്ചു? വീട്ടിൽ വരുന്നവരോട് ഇങ്ങനെയാ മോളെ പെരുമാറല്? നിങ്ങളെ രീതി ഇങ്ങനെയാണ്? ഞാൻ എന്താ പറഞ്ഞിനി? നിങ്ങൾ ഇത്രയും നാള് പെയിന്റും മേലും കണ്ടിട്ടേയില്ല. പിന്നെ ഈ വർഷം എന്തിനാ ഇട്ടിനി? നിന്റെ പഴയ ചുരിദാർ തന്നെ ഇട്ടാ പോരെന്ന് വിചാരിച്ചിട്ടാ ഞാൻ പറഞ്ഞത്. അപ്പത്തേക്ക് നീ എന്തല്ല പറയുന്നത്? എന്റെ വീട്ടിലെ വരുമ്പോൾ ഓള് പണ്ടേ ശീലിച്ച ശീലാണ്. ഓളെ കുടുംബത്തിൽ എല്ലാവരും ചുരിദാറും പെയിന്റും പെയിന്റും ഇട്ട ശീലാണ്. പക്ഷെ നിങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ ആരും പെയിന്റും പെയിന്റും ഇട്ട ശീലമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. എന്റെ മരുമോള് പെയിന്റും പെയിന്റിനെ ഇടൂല്ലോ. വീട്ടിൽ കയറി വരുന്നോട് നല്ല മര്യാദയോടെ പെരുമാറാൻ നമുക്കറിയാം. പക്ഷെ നമ്മളോട് മര്യാദ ഇല്ലാതെ സംസാരിക്കുമ്പോൾ നമുക്ക് മര്യാദ ഇല്ലാതെ സംസാരിക്കാനേ അറിയുള്ളൂ. എന്റെ മരുമോള് പെയിന്റും പെയിന്റിനെ ഇടൂലു. ഓൾ അതേ ഇടൂലോ. ഓക്ക് പിന്നെ ചുരിദാറൊന്നും ഇട്ട ശീലമില്ല. പിന്നെ നീ എന്തിനാ ഓളെ പറയുന്നേ? നിങ്ങൾ ഇത്രയും പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ എന്തെല്ലാം എന്നെ പറയുന്നത്? ഒരു മേക്സി മെനിനും ഇട്ടു ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇത്രയും പറയുന്നത്? ശരി അമ്മോ, ഞാൻ ഇങ്ങോട്ട് എല്ലാരും വിശേഷം ചേർക്കാൻ വന്നതല്ലേ. എന്തെല്ലാ ഞാനിപ്പോ കേട്ടത്? ഈശ്വരാ. എന്താ രമണിയേച്ചി, നിങ്ങളുടെ മരുമോളെ പറയുമ്പോൾ നിങ്ങൾക്ക് കൊണ്ടല്ലേ? നിങ്ങളെ മരുമോളെ ഞാൻ എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളെ മരുമോള് വലിയ പെയിന്റും പെയിന്റും ഇട്ട് നടക്കും. അതുപോലെ നിങ്ങൾ വലിയ ചുരിദാർ ഇട്ടിപ്പോൾ നടക്കും. നിങ്ങൾ വലിയ സാരിയെല്ലാം എടുത്ത് നടന്ന ആളാന്നല്ല. ഇപ്പൊ നിങ്ങൾ ചുരിദാർ ഇട്ടിട്ടാണ് നടക്കുന്നത്. അതിന് പരിഷ്കാരം ഒന്നും പറയാൻ പറ്റൂല. നമ്മളെ പോലെ ഒരു പാവപ്പെട്ടവര് പെട്ടെന്നങ്ങ് ഒരു പെയിന്റും പെയിന്റും ഇടുമ്പോഴത്തേക്കും നിങ്ങൾ എന്തെല്ലാം പറയുന്നത്? നമ്മളെ പോലെയുള്ള പാവപ്പെട്ടവർ ചിലപ്പോൾ സാരി എടുത്ത് നടക്കുന്നവർ ചിലപ്പോൾ പെട്ടെന്ന് ചുരിദാർ ഇടുമ്പോഴത്തേക്കും പറയുന്ന വർത്താനം ഇതാന്നേ. ഓളെ അഹങ്കാരം കണ്ടില്ലേ? ഓളെ പരിഷ്കാരം കണ്ടില്ലേ? നിങ്ങൾക്ക് മാത്രം എന്തും ആയിക്കൂടുന്നുള്ള ധാരണയുണ്ടാ? അതത്ര നല്ല സ്വഭാവമല്ല കേട്ടാ. എല്ലാവർക്കും എല്ലാ ഡ്രസ്സ് ഇടാനുള്ള അവകാശമൊക്കെ ഉണ്ട്. അത് നിങ്ങൾ മറക്കണ്ട. പിന്നെ പൈസക്കാരനെ പോലെ പാവപ്പെട്ടവന് ചിലപ്പോൾ വാങ്ങാൻ കയ്യിൽ